നമസ്കാരം, വീട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഹാർദവമായ സ്വാതന്ത്ര്യാശംസ. പ്രധാന വാർത്തകളിലേക്ക്. കുടുംബ ബഡ്ജറ്റ് അവതരണത്തിനിടെ ഗൃഹനാഥന് മരിക്കുന്നു. കൂടുതൽ അറിയാൻ കുട്ടൻ ഫ്രം കാട്ടായിക്കോണം. കുട്ടൻ പറയും. അതെ രതീഷ്, കാട്ടായിക്കോടത്താണ് സംഭവം നടന്നിരിക്കുന്നത്. കുടുംബ ബഡ്ജറ്റ് അവതരണത്തിനിടയിൽ അംഗങ്ങൾ രോഷാകുലരാവുകയായിരുന്നു. എന്താണ് കൂടുതൽ സംഭവിച്ചതെന്ന് നമുക്ക് ഗൃഹനാഥിൽ നിന്ന് തന്നെ കേൾക്കാം. എല്ലാ ഗ്രഹനാഥന്മാരെ പോലെ ഞാൻ വീട്ടിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് എൻ്റെ കർത്തവ്യമായിട്ട് മാത്രമേ കരുതിയുള്ളൂ. അവതരിപ്പിച്ചപ്പോൾ തന്നെ സഭയിൽ പല മുറുമുറുപ്പും ഉണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തു. പക്ഷെ അതിനുശേഷം എന്നെ എല്ലാവരും കൂടെ ഖരാവോ ചെയ്യുമായിരുന്നു. ഞാൻ ഈ സ്വാതന്ത്ര്യത്തിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രഹനാഥന്മാരെല്ലാം സംഘടിക്കേണ്ട സമയം അത്യാവശ്യമായി ഇത്രയും. ബഡ്ജറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ മകൾ പഠിപ്പ് മുടക്കുകയും മകൻ വീട് വൃത്തികേടാക്കുക എന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഗുരുതരമായ ഭീകരാന്തരീക്ഷമാണ് ബാലപക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യമായി എന്ന് ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് പ്രത്യേകമെന്ന് കുടുംബനാഥന് അപ്പീൽ പോവുകയാണ് ബാലപക്ഷം. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇനി എന്നെക്കൊണ്ട് വീട്ടിലിരുന്ന് പൊടിവെക്കാനേ പറ്റുള്ളൂ സാറേ.